നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകും സ്ഥാനാർത്ഥി. മറ്റു പേരുകളില്ല. KPCC ഉടൻ തന്നെ ഹൈക്കമാൻഡിന് കത്ത് കൈമാറും. പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകും എന്നതാണ്. നിതിൻ അംബുജൻ ഒരിക്കൽ കൂടി വിശദാംശങ്ങളുമായി. നിതിൻ, VS ജോയിയെ കൂടി അറിയിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ നേരിട്ട് വിളിച്ച് അറിയിക്കുകയായിരുന്നു ഈ തീരുമാനം എന്നതാണ്. അതിൽ അദ്ദേഹത്തിന്റെ കൂടി പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയോ പാർട്ടി? എന്തായാലും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയെന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഒരു പൂർണ്ണ പിന്തുണ DCC അധ്യക്ഷ നിലയിൽ, പ്രസിഡന്റ് നിലയിൽ എന്തായാലും ആ ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കേണ്ടി വരും. അങ്ങനെ ഒരു പിന്തുണ എന്തായാലും കൊടുത്തതായി തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, VS ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രത്യേകിച്ചും UDF നേതാക്കളെ കൂടാതെ VS ജോയും ഈ ഒരു വിവരം അറിയിച്ച ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടാകും ഇനി ഏറ്റവും കൗതുകമായി അറിയേണ്ടത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചു സമ്മർദ്ദതന്ത്രം, ആ സമ്മർദ്ദതന്ത്രമാണ് ഇനി ഇത്രയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലും അതോടൊപ്പം ചർച്ചകൾ നീളുന്നതിലും കാരണമായത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നത് കോൺഗ്രസ് നേതൃത്വം ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ഒരുപക്ഷെ PV അൻവറിന്റെ ഭാഗത്തും ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം നിർത്താനുള്ള തീരുമാനമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെയെല്ലാം മറികടക്കാവുന്ന രാഷ്ട്രീയ തന്ത്രം എന്തായാലും നിലമ്പൂരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പയറ്റേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിയും കിഴിച്ചുമുള്ള ചർച്ചകൾ എന്തായാലും ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തും ഇന്ന് കളമശ്ശേരിയിൽ നടന്ന യോഗത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു സാധ്യതയിലേക്ക് പോകാതെ PV അൻവർ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു കാര്യമാണ് അവർ പങ്കുവച്ചത്. ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം, ഈ ഒരു പരിപാടിക്ക് ശേഷം ഈ നേതാക്കളുടെ അടക്കം പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തും ഒരു അംഗീകാരം ഉണ്ടാകുമെന്ന ഒരു കാര്യമാണ് എന്തായാലും നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം അധികം വൈകാതെ തന്നെ, ഒറ്റ പേര് എന്ന നിലയിൽ കൊടുത്തുകൊണ്ട് തന്നെ അധികം വൈകാതെ ആ ഒരു പേരിലേക്ക് അംഗീകാരം ഹൈക്കമാൻഡ് നൽകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെയാകും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. അതുമായി ബന്ധപ്പെട്ട് ധാരണ എന്തായാലും ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. പക്ഷേ ഇനി PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നീക്കം എന്തായാലും നിലമ്പൂരിൽ പയറ്റേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, അതാണ് PV അൻവറിന്റെ സമ്മർദ്ദം കോൺഗ്രസ് തള്ളിയിരിക്കുന്നു. അതിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് KPCCയുടെ തീരുമാനം. ആ നിർദ്ദേശം ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നു. ശ്രീജിത്ത് ഉള്ളത് PV അൻവറിന്റെ വസതിയിലാണ്. ശ്രീജിത്ത്, അദ്ദേഹം അവിടെ ഒരു യോഗം ചേരുന്നുണ്ട് എന്നതാണ് നേരത്തെ നമുക്ക് കിട്ടിയ വിവരം. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്? ഒരു മത്സരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ഈ ഘട്ടത്തിൽ? അനുജ, നമ്മൾ അറിയുന്നതിനേക്കാൾ മുൻപ് തന്നെ, അതായത് അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി PV അൻവറിനും അദ്ദേഹത്തിന്റെ അനുകൂലികൾക്കും ലഭിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അത്തരമൊരു നിർദ്ദേശം ലഭിക്കുന്നത്. എന്തായാലും അൻവർ നേരത്തെ തന്നെ, ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിലേക്ക്, ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് മാറി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയെന്ന് ഉറപ്പിച്ചിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് VS ജോയിയെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നേരിട്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നാടകീയമായ നീക്കം ഈ ഭാഗത്തു നിന്ന്, അൻവറിന്റെ ഭാഗത്തു നിന്ന് വന്നത്. UDF-ൽ സഹകരിപ്പിക്കാമെന്ന ഈ പ്രവർത്തകർക്ക് പോലും ഇതിൽ വിയോജിപ്പുണ്ട് എന്ന തരത്തിലേക്കാണ് അൻവറിന്റെ ഒപ്പമുള്ള അനുയായികൾക്ക് ഉറപ്പ് നൽകിയതാണ് VS ജോയിയെ തന്നെ മത്സരിപ്പിക്കാമെന്നത്. പക്ഷേ അതിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മത്സരിക്കണം എന്നതിലൊരു സമ്മർദ്ദം ഇപ്പോൾ അനുയായികൾ അൻവറിന് മേൽ ചെലുത്തുന്നുണ്ടോ? ഞാൻ അതിന്റെ വിശദാംശത്തിലേക്കാണ് വരുന്നത് ഇടവേളയ്ക്ക് ശേഷം.